ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യ സന്ദർശിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി മലേഷ്യ സന്ദർശിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത് പല ആൾക്കാരും ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. പല കാരണങ്ങളുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യ സന്ദർശിക്കുന്നതിൽ. അതിൽ ഒന്നാമത്തെ കാരണമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് മലാക്ക കടലിടുക്ക് തന്നെയാണ്. അതായത് മലാക്ക കടലിടുക്കിലൂടെയാണ് ചൈനയുടെ 80% എണ്ണ വ്യാപാരം കടന്നുപോകുന്നത്. ഈ കടലിടുക്ക് ചൈനയുടെ അഖിലസ് ഹീൽ എന്നാണ് അറിയപ്പെടുന്നത്. ആ മലാക്ക കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് മലേഷ്യ എന്ന് പറയുന്നത്. ആ മലേഷ്യക്ക് ഇന്ത്യ വിൽക്കാൻ പോകുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ആയുധങ്ങളാണ്. അസ്ത്ര മിസൈലുകൾ അടക്കം ഇന്ത്യ മലേഷ്യയുമായിട്ടുള്ള കരാറിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മലേഷ്യൻ എയർക്രാഫ്റ്റുകൾക്ക് അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യയുടെ അസ്ത്ര മിസൈലുകൾ അതിൽ വിന്യസിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് ചൈനയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മലേഷ്യ ബ്രഹ്മോസ് കൂടി മേടിക്കുകയാണെങ്കിൽ ചൈനയുടെ പതനം ഏകദേശം പൂർത്തിയാകും ആ മേഖലയിൽ. അല്ലെങ്കിൽ ഇന്ത്യയുടെ വലിയ രീതിയിലുള്ള ആയുധ വിപണി, അതായത് ലോക ആയുധ വിപണിയിലേക്ക് ഇന്ത്യയുടെ ഒരു പുത്തൻ എൻട്രി തന്നെയായിരിക്കും ഇത് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. എന്തായിരുന്നാലും മലേഷ്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയപ്പോൾ ഏറ്റവും കൂടുതൽ ചങ്കിടിക്കുന്നത് ചൈനയ്ക്കാണ്. നമ്മൾ പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം, ആസിയാൻ രാജ്യങ്ങളിലെല്ലാം തന്നെ പലപ്പോഴും ഇന്ത്യ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധം സൗഹൃദത്തിലൂന്നിയ ഒരു ബന്ധമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലാതെ ഇത് പണത്തിലൂന്നിയതോ ഡിഫൻസിലൂന്നിയതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഊന്നിയതല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സൗഹൃദത്തിലുള്ള ഒരു ബന്ധമാണ് അവിടെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഭരണാധികാരികളെല്ലാം തന്നെ നരേന്ദ്രമോദിക്ക് വളരെ പ്രിയപ്പെട്ടവരും മോദി അവർക്കും പ്രിയപ്പെട്ടവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഇപ്പോൾ യുഎഇയുമായി ബന്ധപ്പെട്ട് ലോക മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ വലിയ ഒരു ഇമേജ് കെട്ടിപ്പടുത്തുകൊണ്ടുവരികയാണ്. മലേഷ്യ എന്ന് പറയുന്നത് ലോക മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ വലിയ വിലയുള്ള അല്ലെങ്കിൽ വലിയ റെസ്പെക്ട് ഉള്ള ബഹുമാനിക്കപ്പെടുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ ആ രാജ്യവുമായി ഇന്ത്യ നടത്താൻ പോകുന്ന ഡീലുകൾ ലോക മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു വലിയ മാതൃക തന്നെയായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മലേഷ്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലേഷ്യയിൽ ഇന്ത്യ ഒരുക്കാൻ പോകുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും അത് വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന രാജ്യം ചൈനയാണെങ്കിലും ഇന്ത്യയുടെ പ്രോജക്ട് എന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം മലേഷ്യയിൽ നടത്താൻ നരേന്ദ്രമോദി സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യവും അവിടെ പ്രധാനമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. പോരാത്തതിന് മലേഷ്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ മലേഷ്യയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമ്പോൾ ആയുധ വിപണിയിൽ തന്നെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ, അതായത് ഇന്ത്യൻ ആയുധ വിപണിയിൽ തന്നെയാണ് ലോകരാജ്യങ്ങളുടെ കണ്ണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.